നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എവിടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ BE6യും BE69 എന്ന് ചോദിച്ചുകൊണ്ടിരുന്നവർക്ക് ഉത്തരവുമായിട്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഏറ്റവും പുതിയ മഹീന്ദ്ര BE6 ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് ഞാൻ ഈ രാജ്യത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാൻ താമസിച്ചത്. ചേട്ടന് മഹീന്ദ്രയുമായിട്ട് എന്താണ് പിണക്കം, ചേട്ടൻ മഹീന്ദ്രയുടെ വാഹനങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് ധാരാളം പേര് കമൻറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇല്ലാതെ പോയതാണ് നാട്ടിൽ, അതായിരുന്നു പ്രശ്നം. അതിനുശേഷം ഈ വാഹനം ഒന്ന് കൈ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ പണിയെടുത്തു, പക്ഷേ അത് കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മീഡിയ ഡ്രൈവിന് ശേഷം ഈ വാഹനങ്ങളെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനും മറ്റുമായിട്ട് അത്തരം ടെസ്റ്റുകൾക്കും മറ്റുമായിട്ട് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മഹീന്ദ്ര പ്ലാന്റിൽ പോലും ഇത് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ കൊച്ചിയിൽ വാഹനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്ന അവസ്ഥയിൽ എല്ലാ ഡീലർഷിപ്പുകളിലും വാഹനം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഏറ്റവും പുതിയ BE6യുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്കും വളരെ വലിയൊരു നഷ്ടബോധമായിരുന്നു ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിന് പോകാതിരുന്നത്. കാരണം ഇന്ത്യൻ വാഹന വിപണിയെ മാറ്റിമറിക്കാവുന്ന 2 പ്രൊഡക്റ്റുകളാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഓടിച്ചു നോക്കിയില്ലെങ്കിൽ അത് വളരെ മോശമായ കാര്യമാണല്ലോ. എന്തായാലും അങ്ങനെ സംഭവിച്ചു പോയി. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ മഹീന്ദ്ര BE6യുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈജു എന്നായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമാപിച്ച ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഏറ്റവും അധികം വാഹനങ്ങൾ വന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഓൾ ഇലക്ട്രിക് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിലാണ് എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക് വാഹനങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ട കമ്പനികളിലൊന്ന് മഹീന്ദ്രയാണെന്നുള്ളതാണ് രസകരമായ കാര്യം. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്ന റേവ എന്ന കമ്പനിയെ വളരെ മുമ്പ് തന്നെ മഹീന്ദ്ര സ്വന്തമാക്കിയുണ്ടായി. അങ്ങനെയാണ് ആ കാലം തൊട്ടേ റേവയുടെയും അതുപോലെ തന്നെ E2 എന്നൊക്കെ പറയുന്ന വാഹനങ്ങൾ മഹീന്ദ്രയുടെ കൂടി ലേബലിലാണ് വന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിനുശേഷം മഹീന്ദ്ര ഒന്ന് ചവിട്ടിപ്പിടിച്ചു. കുറച്ച് കാലത്തേക്ക് പിന്നെ വലിയ പരീക്ഷണങ്ങളൊന്നും ഇലക്ട്രിക് വാഹനങ്ങളിൽ നടത്തിയില്ല. ഈ സമയത്താണ് ടാറ്റ മോട്ടോഴ്സ് കയറി കളം അങ്ങ് പിടിച്ചത്. ടാറ്റ മോട്ടോഴ്സ് പടപടപടാന്നിങ്ങനെ മോഡലുകൾ കൊണ്ടിരിക്കുകയും മഹീന്ദ്ര അല്പം പിന്നിലായി പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കമൻ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, അതായത് ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ ഏറ്റവും വലിയ കർവ് കാണുമ്പോൾ പഴയ ജനറേഷൻ വാഹനമായിട്ട് തോന്നുന്നു. അതായത് ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ കർവ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് തോന്നിയ നമ്മൾക്കെല്ലാം ഇപ്പോൾ ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു പഴയ ജനറേഷൻ വാഹനമായിട്ട് തോന്നുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ മഹീന്ദ്രയുടെ പുതിയ വാഹനത്തിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഇത്രയും കാലത്തെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ഇലക്ട്രിക് വാഹന വിപ്ലവത്തെ മറികടക്കാൻ ആകെ ഒരു മോഡൽ മതി മഹീന്ദ്രയ്ക്ക് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. അത്രയധികം ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ഡിസൈനാണ്. എന്ന് തന്നെ നല്ല രസകരമായ ഒരു കാര്യം വെച്ചാൽ നമ്മളെ പലപ്പോഴും ഈ ഓട്ടോ എക്സ്പോയിലൊക്കെ പോകുമ്പോഴത്തേക്കും പ്രോട്ടോടൈപ്പ് വാഹനങ്ങൾ കാണും. പ്രോട്ടോടൈപ്പ് വാഹനങ്ങൾക്ക് ഏതാണ്ട് ഈ രൂപമാണ്. പക്ഷേ ഒരിക്കലും ആ രൂപത്തിലായിരിക്കില്ല അവയുടെ പ്രൊഡക്ഷൻ വാഹനം വരുന്നത്. പാടെ മാറിയിട്ടായിരിക്കും. പക്ഷേ ഇത് പ്രോട്ടോടൈപ്പ് വാഹനം എങ്ങനെ പ്രൊഡക്ഷൻ വാഹനത്തിലേക്ക് എത്താമെന്നുള്ളൊരു ഉദാഹരണമായിട്ട് പറയാവുന്നൊരു വാഹനമാണ്. വളരെ ധൈര്യപൂർവ്വമാണ് മഹീന്ദ്ര ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ ഇന്ത്യൻ റോഡുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം അത്രയധികം ബുക്കിങ്ങും അത്രയധികം എൻക്വയറിയൊക്കെയാണ് ഈ വാഹനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും വളരെ പ്രായമായ ഒരാൾ, ഒരു 70 വയസ്സുള്ള ഒരാൾ ഈ വാഹനം കാണുമ്പോൾ അയ്യോ ഇത് വളരെ എന്താ കണ്ടത് ഒരു ഇത്തിരി കൂടിപ്പോയില്ലേ ഡിസൈൻ്റെ രീതികൾ എന്ന് പോലും തോന്നാവുന്ന അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ നമ്മുടെ പുതിയ തലമുറയും അതിനുശേഷമുള്ള തലമുറയും ഒക്കെ ഇത് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്താണ് BE എന്ന് ചോദിച്ചാൽ ബോൺ ഇലക്ട്രിക് എന്നാണ് അതിൻ്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറയാം, അല്ല പൂർണ്ണ രൂപം എന്ന് പറയാവുന്നത്. അതായത് മഹീന്ദ്രയുടെ പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലുള്ള ആദ്യത്തെ വാഹനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വേറെ രസകരമായ കാര്യമുണ്ട്, അത് BE6 എന്നാണല്ലോ അതിൻ്റെ ഒരു പേര്. അപ്പോൾ B6 എന്നാണ് ഇവർ പറഞ്ഞത്, സെക്സി എന്നാക്കി 6 എന്നുള്ളത്. പക്ഷേ ഈ പേരിട്ടത് ഇഷ്ടപ്പെടാതെ പോയൊരു കമ്പനിയുണ്ട് ഇന്ത്യയിൽ, അതിൻ്റെ പേര് ഇൻഡിഗോ എയർലൈൻസ് ആണ്. ഇൻഡിഗോയ്ക്ക് ഈ 6C എന്നുള്ള അവരുടെ കുത്തകയാണ്. കാരണം വെച്ചാൽ അവരുടെ എല്ലാ ഫ്ലൈറ്റുകളുടെയും തുടക്കം 6C 282 എന്നൊക്കെയാണല്ലോ. തന്നെയല്ല അവർ സെക്സി എന്നാണ് ഇതിനെപ്പോഴും പറയുന്നത്. ഹലോ സെക്സി മാഗസിൻ നോക്കുക എന്നൊക്കെ അകത്തിരിക്കുമ്പോഴത്തേക്ക് അവർ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാമല്ലോ. അപ്പോൾ അവരുകൊണ്ട് കേസ് കൊടുത്തു, ഞങ്ങളുടെ ഒരു പേറ്റൻറ്റഡ് പേരാണ് സെക്സി എന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെ പറയേണ്ടത്. അപ്പോൾ മഹീന്ദ്ര വിചാരിച്ചു എന്നാൽ പിന്നെ അത് വിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ BE6 എന്ന് തന്നെയാണ് ഈ വാഹനത്തെപ്പറ്റി നമുക്ക് പറയുന്നത്. തന്നെയല്ല ഈ ഇൻഡിഗോയുടെ കാര്യത്തിൽ അതിനകത്ത് എയർ ഹോസ്റ്റസ്മാരൊക്കെ ഉള്ളതുകൊണ്ട് സെക്സി എന്നുള്ള ആ പേരിനൊരു സാങ്കത്യമുണ്ട്. അതൊന്നുമില്ല, പാവപ്പെട്ട ഒരു വാഹനമാണല്ലോ, തകിടിൽ നിർമ്മിച്ച വാഹനം അല്ലേ. അതുകൊണ്ട് പിന്നെ അതിന് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, അതുപോലെ തന്നെ എന്താ പറയുക ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യം, സാങ്കേതിക വിദ്യയുടെ ധാരാളിത്തം, അതോടൊപ്പം തന്നെ കിടിലനായിട്ടുള്ള റേഞ്ചും, അതായത് 600 കിലോമീറ്ററിലധികം റേഞ്ചും, ഇതൊക്കെ കൂടെയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം.
4371 മില്ലിമീറ്റർ നീളമുള്ളൊരു വമ്പൻ വാഹനമാണിത്. 2775 മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറയുമ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും വലിയ വാഹനം എന്ന് വിളിക്കാവുന്ന XUV 700യേക്കാളും വലിയ വാഹനമാണ് ഇതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാറ്റ കർവ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ EVയേക്കാളും നീളവും വീതിയും ഒക്കെ കൂടുതലുണ്ട്. മറ്റൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോണിനേക്കാളും 277 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം വലിയ വാഹനമാണെന്നുള്ളത്. അതുപോലെ 207 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും വളരെ വലിയ ഒരു സംഭവം തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 230 മില്ലിമീറ്റർ താഴെ നിന്ന് 230 മില്ലിമീറ്റർ മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് താഴെ നിന്നൊരു വലിയ ആഘാതം ഉണ്ടായാൽ പോലും ഒന്നും പറ്റാത്ത രീതിയിൽ ഭംഗിയായിട്ടാണ് ബാറ്ററി പാക്ക് വിരിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. അപ്പോൾ മുൻഭാഗം കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ബഹിരാകാശ പേടകം വന്ന് ഇറങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു രൂപമാണ്. നമ്മളീ കാണുന്ന വളരെ വലിയ ഇങ്ങനെ കാണുന്ന ഈ ഒരു L ഷേപ്പിൽ കാണുന്ന വലിയ ഡാറ്റ റണ്ണിംഗ് ലാമ്പാണ്. അതിലിപ്പോൾ ഈ ഭാഗം ഹസാർഡ് ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഹെഡ്ലൈറ്റ് എവിടെയെന്ന് തോന്നുന്ന രീതിയിൽ ഹെഡ്ലൈറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് മനോഹരമായ ഒരു LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ടാണെങ്കിൽ വലിയ എയർ സ്കൂപ്പാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതിനകത്തേക്ക് വലിയൊരു എയർ സ്കൂപ്പാണ്. അതുകൊണ്ട് തന്നെ എയർ ഫ്ലോ എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. ഈ ഭാഗത്തൊക്കെയാണെങ്കിൽ ബോഡി കളറുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഏറ്റവും താഴെയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ സ്ക്രാച്ചൊക്കെ വീഴാവുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും ഭംഗിയായിട്ടുണ്ട്. സംഭവം കാണുമ്പോൾ ഭംഗിയാണ്. ഈ താഴെയായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു നിറം ഒന്ന് മാറിയിട്ട് ആഷ് നിറമാകുന്നുണ്ട്. അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ സെൻസേഴ്സും മറ്റു കാര്യങ്ങളും ക്യാമറയും എല്ലാം കാണാം, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാമാന്യം വലിയൊരു എയർ ഡാം താഴെയായിട്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതാ ഇവിടെയുമുണ്ട്. ഇതൊക്കെ എയർ ഫ്ലോയുടെ വെൻറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും കാറ്റ് മുൻഭാഗത്ത് അടിച്ച് അങ്ങനെ കയറിപ്പോകും, ആ രീതിയിൽ എയർ വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. BE എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണുന്നു. മഹീന്ദ്ര എന്നുള്ള ബാഡ്ജിങ് ഒരിടത്തും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഏത് കമ്പനിയുടെ വാഹനമാണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ബാഡ്ജിങ് ആണത്. ഇതിന് സമാനമായിട്ട് എനിക്ക് തോന്നുന്നത് പോൾസ്റ്റാർ എന്ന് പറയുന്ന വോൾവോയുടെ ഒരു ബ്രാൻഡുണ്ട്. അത് EVകളാണ്. അതിൽ വോൾവോയുടെ ബാഡ്ജിങ്ങേ ഇല്ല. ഈ പോൾസ്റ്റാർ എന്നുള്ളത് മറ്റു യാതൊന്നും എഴുതിയില്ല. ഞാൻ ആദ്യമായിട്ടത് ഫിൻലൻഡ് വെച്ച് കാണുമ്പോൾ ഞാൻ ഇത് ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കിയിട്ട് ഗൂഗിൾ ചെയ്യേണ്ടി വന്നു അത് വോൾവോയുടെ ആണെന്ന് മനസ്സിലാക്കാൻ. ഇതും ഏതാണ്ട് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും BE6 എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ ഒരു ബാർകോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽസ് സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും. എന്തായാലും ഡേറ്റയും റണ്ണിംഗ് ലാമ്പ് ഞാൻ നേരത്തെ L ഷേപ്പ് എന്ന് പറയുന്നത് തെറ്റിപ്പോയി കേട്ടോ. ഇങ്ങനെയാണോ വരുന്നത്? L ഷേപ്പല്ല. അതായത് ഈ വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വളഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു ഡേറ്റയും റണ്ണിംഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു രസകരമായ കാര്യം ഇവിടെ കാണുന്ന ഈ വലിയ എയർ സ്കൂപ്പാണ്. എവിടെയൊക്കെ വേണമെങ്കിൽ ലംബോർഗിനി ഉറസിനെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വളരെ കനത്ത ബോഡി ലൈനുകൾ അല്ലെങ്കിൽ ബോണറ്റ് ലൈനുകളൊക്കെയാണ്. ഇവിടെയാണ് ഒരു വലിയ കുഴിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള എയർ ഫ്ലോ ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്തൂടെ കണ്ടോ ഇങ്ങനെ കടന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും എയറിൻ്റെ ഒരു ഫ്ലോയ്ക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ അങ്ങേയറ്റം എയറോഡൈനാമിക് ആയിട്ടാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഡിസൈൻ ആകുമ്പോഴത്തേക്കും എയർ ഫ്ലോ തടസ്സപ്പെടാനുള്ള സാധ്യതയെല്ലാം അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ തരത്തിലുള്ള എയർ വെൻറ്റുകൾ കൊടുത്തിട്ട് ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വളരെ ചെരിഞ്ഞിറങ്ങുന്ന വിൻഷീൽഡൊക്കെ കൊടുത്ത് അവിടെയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വളരെ ചെരിഞ്ഞ ഒരു രൂപം. അതാണ് എയറോഡൈനാമികത വർദ്ധിക്കാനുള്ള കാരണമായിട്ട് പറയാവുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ കട്ടുകളും ഗ്രീസുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് BE9 കാര്യത്തിൽ XUV 700യുടെ കുറേ അംശങ്ങളിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇത് ടോട്ടലി ഫ്രം ദ സ്ക്രാച്ചസ് നിർമ്മിച്ചെടുത്തൊരു വാഹനമായതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റ് ഒരിടത്തും നിങ്ങൾ കണ്ടിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇവിടെ കുറച്ച് സ്ക്വയറിഷ് ആയിട്ടുള്ള വീൽ ആർച്ച് കൊടുത്തിരിക്കുന്നു. അതും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ ക്യാമറ നിങ്ങൾക്ക് കാണാം. എല്ലാ അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഇത് സെൻസറാണ് കേട്ടോ. സെൻസറൊക്കെ എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. വീല് നല്ല ഗംഭീരമായ എയറോ വീൽ എന്ന് വിളിക്കാവുന്ന സംഭവമാണ്. ഇതിനിടയ്ക്കൊക്കെ എയർ ഫ്ലോ നിങ്ങൾക്ക് കാണാം. എല്ലായിടത്തും കയറി ഇറങ്ങി പോകുന്ന രീതിയിൽ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ഫിനിഷുമാണ്. എനിക്ക് തോന്നുന്നത് ഈ എയറോ വീലിൻ്റെ രൂപത്തിലൊരു മാറ്റം വരുത്തേണ്ട കാലമായി എന്നുള്ളതാണ്. എല്ലാ കമ്പനികളും ഇതേ രീതിയിലുള്ള എയറോ വീൽ. ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. കുറച്ച് മോഡേൺ ലുക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ടെന്നുള്ളത് കാണാനൊരു ഭംഗി തീർച്ചയായിട്ടും ഇല്ല. അതൊന്ന് മാറ്റം വരുത്തേണ്ട കാലമായി. ഇവിടെ BE എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. 19 ഇഞ്ചിൻ്റെ 245 55R19 ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടയറാണ്. അതങ്ങനെ വീലാർസിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. മുൻഭാഗത്തെ ആ ഒരു വീലാർസി എന്ന് പറയുന്നതൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ സ്ക്രാച്ച് വീഴാനും കല്ലടിക്കുമ്പോഴൊക്കെ ഉരയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ താഴേക്ക് വരുമ്പോൾ അതിന് ഒരു മാറ്റം വരുന്ന രീതിയിൽ ഇവിടെ ഒരു ഫൈബർ പാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ താഴെ നിന്നുള്ള ഈ ഇത്തരത്തിലുള്ള ഉരയലുകളൊക്കെ ഒരു പരിധിവരെയൊക്കെ തടയുന്നുണ്ടാവും. എന്നാൽ ഈ ഭാഗത്തുമൊക്കെ വന്നിരിക്കുന്ന വളരെ ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ്. ആ ഒരു എലമെൻ്റ് ആയാലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ബോഡി ലൈനൊക്കെ ആണെങ്കിലും വളരെ കനത്ത ഒരു
കരുത്തുറ്റ രൂപം സമ്മാനിക്കുന്നു എന്ന് പറയാം. ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ മിറേഴ്സിന്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ വാഹനമാണിത്. മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബി-പില്ലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈന് യാതൊരു ഭംഗവും വരുന്നില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇൻഗ്ലോ എന്ന് എഴുതിയിരിക്കുന്നത് ഇലക്ട്രിക് ഒറിജിൻ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഇൻഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇലക്ട്രിഫൈഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയേണ്ടത്. അതാണ് അഭിമാനത്തോട് എഴുതിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും ബ്ലാക്ക് ഫിനിഷ്, അതും കനത്ത ഒരു വീതിയുള്ള രീതി കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് പിൻഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റിവേഴ്സ് എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇത് തട്ടിപ്പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മുന്നോട്ട് തുറക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും അതും വളരെ കൺസീൽഡായിട്ട് ഒട്ടും അറിയില്ല. ഇതിങ്ങനെ നമ്മൾ തുറന്ന് കാണിച്ചില്ലെങ്കിൽ അറിയാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പക്ഷേ ചാർജ് പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ അതിൽ അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. എന്തായാലും ഒരു കൂപ്പേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ ചെരിഞ്ഞിറങ്ങിയാണ്. അപ്പോൾ ഉൾഭാഗത്ത് ഹെഡ് റൂമിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് അകത്തിരുന്ന് പരിശോധിക്കാം. എന്തായാലും ഇവിടെയാണ് പിൻഭാഗത്തെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതും ഡിസൈനെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോർണർ ഗ്ലാസ്സിനുള്ള സാധ്യതയില്ല, കാരണം അത്ര ചെരിഞ്ഞിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും അവിടെ വന്നിട്ടുമില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് ദൈവം ഇത് എന്ത് വാഹനമാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ലോകത്തിടത്തും ഇല്ലാത്ത ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെയാണ് മഹീന്ദ്രയുടെ പുതിയ ട്വിൻ പീക്ക് ലോഗോ കൊടുത്തിരിക്കുന്നത്. അപ്പോഴും മഹീന്ദ്ര എന്ന പേരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊക്കെ വളരെ ധൈര്യപൂർവ്വമാണ് മഹീന്ദ്ര ഇരിക്കുന്നത്. പല വിദേശ കമ്പനികളുടെയൊക്കെ പോലെ മഹീന്ദ്രയുടെ പേരൊന്നും വേണ്ട, കണ്ടറിയാമല്ലോ എന്നുള്ള മട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പിൻഭാഗത്ത് വന്നിരിക്കുന്ന ട്വിൻ സ്പോയിലറൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അവിടെയും ഉണ്ടൊരു സ്പോയിലർ, ഇവിടെയും ഉണ്ടൊരു സ്പോയിലർ. ഈ ഒരു ലിഡിൻ്റെ ഈ ലിപ്പിൽ കൊടുത്തിരിക്കുന്നതും ഒരു സ്പോയിലർ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓപ്പണാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതും എയർ ഫ്ലോയെ തീർച്ചയായിട്ടും സഹായിക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ വൈപ്പറൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അത്രയും ചെരിഞ്ഞിറങ്ങുന്ന വിൻഷീൽഡാകുമ്പോൾ വൈപ്പറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക് വന്നതാണ്. പക്ഷേ അത് വന്നിട്ടില്ല. ഏതായാലും ഇവിടെ ഈ ഭാഗത്തൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടും ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയും നല്ല ഭംഗിയുള്ള എലമെൻ്റാണ്. അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പാർക്ക് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിന് ഓട്ടോണമസ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സെൻസേഴ്സൊക്കെ ആയിരിക്കും അവിടെ അടച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ BE6 എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം. ഇതൊക്കെ രാത്രിയിലാണ് ഏറ്റവും ഭംഗിയാവുക. നമ്മുടെ മുൻഭാഗത്ത് എങ്ങനെയാണോ ഡേറ്റ റണ്ണിംഗ് ലാമ്പ് വേണ്ടത് അതേ രീതിയിലാണ് ഇവിടെ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഭാഗം മാത്രമേ ഇപ്പോൾ ടേൺ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബൂട്ട് സ്പേസ് ആണ്. എവിടെ ഞെക്കുന്ന സ്ഥലം എവിടെ? ഒന്നു ഇലക്ട്രിക്കലി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് സ്പേസ്. അതായത് 445 ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. മോശമല്ല. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്പം ഹൈറ്റിലാണ് ഇരിക്കുന്നുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ചാർജറൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും സ്പേസ് നിങ്ങൾക്ക് കാണാമല്ലോ, സാമാന്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിന് താഴെയായിട്ട് ഒരു സ്പേസ് സേവർ ടയർ കൊടുത്തിട്ടുണ്ട്. അത് 135/80 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മറ്റെന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇവിടെയൊക്കെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടണമെങ്കിൽ അങ്ങനെ ഹുക്കുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 60/40 നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. അതുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ സ്പേസ് കണ്ടെത്തുകയും ആവാം. ഇവിടെ സാമാന്യം വലിയൊരു പാഴ്സൽ ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്പേസ് അതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 445 ലിറ്റർ എന്ന് പറയുന്ന മോശമല്ലാത്ത ബൂട്ട് സ്പേസാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ഇവനെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യമുള്ള ഫ്രണ്ട് സ്പേസ് ആണ്. മുൻഭാഗത്ത് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെ പോലെ ഫ്രണ്ട് സ്പേസ് ഉണ്ട്. അത് 45 ലിറ്ററാണ്. അത് നമുക്ക് തുറന്ന് കാണാം. 45 ലിറ്റർ ആണെങ്കിലും അതിൽ 35 കിലോഗ്രാമാണ് ഭാരം സൂക്ഷിക്കാവുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അപ്പം 45 ലിറ്റർ ആണെങ്കിൽ 35 കിലോഗ്രാം ഭാരമാണ് സൂക്ഷിക്കാവുന്നത്. അതങ്ങനെ ഓപ്പണാക്കി തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ മറ്റു വാഹനങ്ങളുടെ അടപ്പൊന്നുമില്ല. അതങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. എന്തായാലും ഫൈബർ പാർട്ടൊക്കെ ആണെങ്കിലും വളരെ കരുത്തുറ്റ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ മഹീന്ദ്രയുടെ മറ്റ് വാഹനങ്ങളും അതും സേഫ്റ്റിയുടെ കാര്യത്തിൽ മോശമല്ലല്ലോ. നമുക്ക് ഓരോ കാര്യങ്ങളും അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു നിർമ്മാണ നിലവാരം അറിയാനും ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? തകർപ്പൻ ഡിസൈനല്ലേ? തകർപ്പൻ ഡിസൈൻ എന്ന് മാത്രമല്ല വളരെ വ്യത്യസ്തം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പല വാഹനങ്ങളുടെയും ഡിസൈൻ എഴുതി വളരെ വ്യത്യസ്തം. പക്ഷേ ഇതാണ് ശരിക്കും ആത്മാർത്ഥമായും വളരെ വ്യത്യസ്തം എന്ന് വിളിക്കാവുന്ന ഡിസൈൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒരു ഡിസൈനെ പറ്റിയുള്ള. കാരണം ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക്കുള്ള ഡിസൈനുകളെ വരവേൽക്കാൻ മാത്രം നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാം.
അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇനി ഉൾഭാഗത്തെ കയറി ഇരിക്കാൻ തന്നെ പേടിയാണ്. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ പറഞ്ഞു ഞാൻ ക്ഷീണിക്കും. എന്തായാലും ഉള്ളിലേക്ക് കയറാം. അപ്പോൾ മഹീന്ദ്ര BE6Eയുടെ ഇൻറ്റീരിയർ കണ്ടു തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. അത് സൗത്ത് ആഫ്രിക്കയെ പറ്റിയാണ്. സൗത്ത് ആഫ്രിക്കയുടെ പ്രത്യേകത വെച്ചാൽ ഞാൻ ഈ മഹീന്ദ്രയ്ക്ക് ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അതായത് മഹീന്ദ്രയുടെ ഇന്ത്യ കഴിഞ്ഞുള്ള ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക നമ്മൾ എവിടെ നോക്കിയാലും കൂടുതലും കണ്ടിരിക്കുന്നത് 3XOയും അതുപോലെ തന്നെ XUV അന്നത്തെ 300 ഒക്കെയാണ്. കൂടാതെ സ്കോർപ്പിയോ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നൊരു ഓഫർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം 2200 കിലോമീറ്റർ സ്വയം വാഹനം ഓടിച്ച് രസിക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളൊരു തായ്ലൻഡ് സെൽഫ് ഡ്രൈവ് സീരീസ് നമ്മുടെ വീഡിയോ വന്നിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് തായ്ലൻഡിന് ശേഷം ഇനി വരുന്ന സൗത്ത് ആഫ്രിക്കയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഫെയർ ഫ്യൂച്ചർ ഹോളിഡേയ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ആണ് ഈ ഒരു ഓഫർ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പം ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ രാജ്യമാണ്. ഞാൻ സിംബാബ്വെ, സാംബിയ ഒക്കെ താണ്ടി ബൈ റോഡ് സൗത്ത് ആഫ്രിക്കയുടെ അങ്ങേ അറ്റം വരെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു റൂട്ടാണ്, അത് ഏറ്റവും മനോഹരമായ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം നിങ്ങൾക്ക് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഓട്ടോമാറ്റിക് ഓടിക്കാനുള്ള അവസരമാണ് വരുന്നത്. അതിലെന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 9 ദിവസം 9 നൈറ്റും 10 ഡേയും നീളുന്നൊരു യാത്രയാണിത്. അത് കേപ്പ് ടൗണിൽ നിന്നാണ് തുടങ്ങുന്നത്. കേപ്പ് ടൗണിൽ നിന്ന് കേപ്പ് പെനിൻസുല, ടേബിൾ മൗണ്ടൻ, ഷാർക്കേജ് ഡൈവിങ്, പിന്നെ ലോകത്തിലെ ഏറ്റവും നീണ്ട ഒരു വൈൻ ട്രെയിൽ എന്ന് വിളിക്കുന്ന വിനിയാർഡ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെയുള്ള റൂട്ട് 62 എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വൈൻ ടേസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുണ്ട്. ഗാർഡൻ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. കാങ്കോ കേവ്സ്, അതുപോലെ തന്നെ ഓസ്ട്രിച്ച് ഫാം, ചീറ്റ ഫാം, അത്തരം ഫാമുകളൊക്കെ കാണുന്നുണ്ട്. സൺസെറ്റ് ക്രൂയിസ് ഉണ്ട്. ബങ്കി ജമ്പിങ് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ബങ്കി ജമ്പിങ്ങിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ ഒരു പ്രൈവറ്റ് ഗെയിം റിസർവിൽ പോയിട്ട് അവിടെ ഗെയിം ഡ്രൈവ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ കണ്ട് അറിയാമല്ലോ, നമുക്ക് ഈ മസായിമാരിലൊക്കെ പോകുന്നില്ല, മൃഗങ്ങളെ സ്വതന്ത്രമായിട്ട് കാണാവുന്ന ഒരു ഗെയിം ഡ്രൈവ്, അതിന് പോകുന്നുണ്ട്. പിന്നെ ജോഹന്നാസ്ബർഗിലെ സിറ്റി ടൂറുണ്ട്. പിന്നെ അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ പ്രെറ്റോറിയയുടെ ടൂറ് കിട്ടുന്നുണ്ട്. അത്തരം പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും രസകരമായ രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കുമാണ് അത് മനസ്സിലാക്കിയത്. സാധാരണഗതിയിൽ നമ്മൾ ഒറ്റയ്ക്കൊരു വാഹനം ഓടിച്ചൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് എവിടെ എത്തുന്നത് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചെന്ന് റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇതൊന്നും നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് വിമാനം ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺവോയ് ആയിട്ട് പോകാനുള്ള ഒരു വാഹനം തരികയാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഫോർച്യൂണറിൻ്റെ ഓട്ടോമാറ്റിക് ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എല്ലാവരും കൂടെ നിരനിരയായിട്ട് വാഹനം ഓടിച്ചു പോവുകയാണ്. വോക്കി ടോക്കി, മെക്കാനിക്ക്, അതുപോലെ തന്നെ ഗൈഡ് എല്ലാം നിങ്ങൾക്ക് മറ്റൊരു വാഹനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാം ഇൻക്ലൂഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് ഏറ്റവും പുതിയ ടൂറിൽ നിങ്ങൾക്ക് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു റേറ്റാണ് തരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വാഹനത്തിൻ്റെ റെൻറ്റുണ്ട്, പെട്രോൾ ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ടോൾ ഉണ്ടെങ്കിൽ ടോളിൻ്റെ ഉണ്ട്, ബാക്കി എല്ലാം ഇൻക്ലൂഡിങ്, ഫുഡിൻ്റെ ആയാലും താമസമൊക്കെ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ആണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ചാർജ് മാത്രമാണ്. കാരണം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പല രാജ്യത്തു നിന്നൊക്കെയുള്ള മലയാളികളാണ് ഒരുമിച്ച് വന്ന് ഒത്തുചേരുന്നത്, അതുകൊണ്ടാണത്. പക്ഷേ അവർ ടിക്കറ്റും എടുത്തു തരും. കാരണം അയാട്ടയുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഫെയർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്താണ് യാത്ര പുറപ്പെടുന്നത്, എന്നാണ് യാത്ര അവസാനിക്കുന്നത്, ഐറ്റിനറി എന്നാണ്, അത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു ചോദിക്കുക. എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം സൗത്ത് ആഫ്രിക്കയിലുടനീളം ഗംഭീരമായ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക, സ്വയം വാഹനം ഓടിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് BE6Eയുടെ ഇൻറ്റീരിയർ.
നമ്മൾ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തം എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വ്യത്യസ്തം എന്ന് മാത്രമല്ല വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് 1-2 വാഹനങ്ങളൊരു ഓർമ്മ വരുന്നുണ്ട്. അടുത്തുള്ള ഹാലോ ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം കാണുമ്പോൾ, അതായത് നമ്മൾ ഡ്രൈവറിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു എന്താണ് ഈ ഭാഗത്തൊക്കെയുള്ള ഒരു കമ്പിൾ സോൺ പോലൊക്കെ തോന്നിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. അത് ഫെരാരിയുടെ ചില വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ജാഗ്വർ XJ നമ്മൾ ചുറ്റും ഈ തരത്തിലുള്ള ഒരു ഹാലോ ലൂപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ചുകൂടി ഒതുക്കി കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നിരിക്കുകയാണ്. എന്തായാലും മറ്റൊരു വാഹനത്തിലും കാണാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിൽ കാണാൻ പോകുന്നത്. എല്ലാവരും പിടിച്ചിരിക്കുക. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, അടുത്ത കാലത്ത് ഗഗനചാരി എന്നൊരു സിനിമ വന്നല്ലോ. അപ്പോൾ ഗഗനചാരിയുടെ സംവിധായകനായിരുന്ന അരുൺ ചന്തു ഈ വാഹനം കണ്ടിരുന്നെങ്കിൽ ഇതായിരിക്കും ഗഗനചാരികളുടെ വാഹനമായിട്ട് കാണിക്കാൻ പോവുക. അത്തരത്തിൽ ഒരു എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് സംഭവമാണല്ലോ ഇത്. എക്സ്ട്രാ ടെറസ്ട്രിയൽ വാഹനം എന്നൊക്കെ വിളിക്കാം, ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും എക്സ്റ്റീരിയർ ആയാലും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ രസകരമായ കളേഴ്സാണ്. ഇവിടെ കാണുന്ന ഒരു മാറ്റ് ഗ്രീൻ ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്ന ഗ്ലോസി ഒരു ആഷ് നിറമാണ്, ഒരല്പം ഡാർക്കായുള്ള ആഷ് നിറം കൊടുത്തിരിക്കുന്നു. AC വെൻറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കൺസീൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോളുകളൊക്കെ രസകരമാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ഡാഷ്ബോർഡ്, ഇത് ഓർപ്പിക്കുന്നത് പഴയ ഹോണ്ട സിവിക്ക്, പഴയ ആദ്യകാല ഹോണ്ട സിവിക്ക് വന്നപ്പോൾ ഡാഷ്ബോർഡിന് എന്തിന് ഇത്രയും നീളമെന്ന് തോന്നിയിരുന്നു. ഏതാണ്ട് ആ രീതിയാണ് ഇവിടെ തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതും അന്നത്തെ ഹോണ്ട സിവിക്കിലാണ് ആദ്യമായിട്ട് കണ്ട് ഞെട്ടിയത് എന്നാണ് പറയേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. അതിൻ്റെ ഈ ഭാഗം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് മീറ്റർ കൺസോളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെയും AC വെൻ്റ് ഇങ്ങനെയാണ് കടന്നു പോയിരിക്കുന്നത്. അത് രസകരമായിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിംഗ് ആണ്. 250-264 നിറമറ്റുണ്ടെന്നാണ് കേട്ടത്. അതങ്ങനെ പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രീൻ നിറമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഭാഗത്ത് 2 മൊബൈൽ ഫോണുകൾ ഒരേ സമയത്ത് ചാർജ് ചെയ്യാവുന്ന ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കപ്പ് ഹോൾഡർ, ഒരു സിംഗിൾ കപ്പ് ഹോൾഡറാണ്, അതിവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് താഴെയായിട്ടാണ് ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ, അതായത് പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് ഈ കാണുന്ന ഒരു വലിയ കനത്ത ഒരു ജയിൽ അഴി പോലെ തോന്നിക്കുന്ന ഈ സംഭവം കടന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ആക്സസ് ചെയ്യാൻ. അതൊരു നെഗറ്റീവ് കാര്യമാണ്. അതായത് ഇവിടെ കപ്പ് ഹോൾഡർ ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൈയെത്തിക്കണം. അതുപോലെ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ചാർജിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിലും അദ്ദേഹത്തിന് ആ സൈഡിൽ നിന്നുണ്ട് ആക്സസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഭംഗിയായിട്ട് നടക്കില്ല. അതുകൊണ്ട് അതൊന്നും സാരമില്ല, നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. എനിക്ക് പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഗിയർ ലിവറാണ്. എന്ത് രസം നോക്കിയാൽ അതിൻ്റെ ഒരു രീതികൾ. അതുപോലെ ഇവിടെ ഒരു പ്ലസ് മൈനസ് മോഡ് കാണാം. ഇത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അത് പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്ന് മാറ്റിയിടാൻ അങ്ങനെ സാധിക്കും. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ടച്ച് സ്വിച്ചായിട്ടാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ കീ. കണ്ടോ, കീ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇവിടെ വെച്ചാൽ അദ്ദേഹം ചാടി കളിക്കാതെ തുള്ളി കളിക്കാതെ ഇരുന്നുള്ളൂ. അതിൽ ബൂട്ട് ഓപ്പണറുണ്ട്, പിന്നെ ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു റോട്ടറി സ്വിച്ച് പല ഫംഗ്ഷൻസിന് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഇത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോളായിട്ട് 16 സ്പീക്കറിൻ്റെ കിടിലൊരു ഹാമൻ ഗാർഡൻ സിസ്റ്റമാണ് നിങ്ങൾ കേട്ടത്. അധികം കേൾക്കേണ്ട കേട്ടോ, അതിന് കോപ്പിറൈറ്റ് അടിക്കും. ഇവിടെ കാണുന്നത് AC-യുടെ ഫാനിൻ്റെ സ്വിച്ചാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചാണ്. ഡ്രൈവ് മോഡുകൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് മോഡെന്ന് കാണുന്നു. അതിൽ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മോഡുകൾ അതിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അത് മാറുന്ന നമുക്ക് ഈ സ്ക്രീനിലാണ് കാണാൻ സാധിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഒരു ഹോം സ്ക്രീനിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ 3 സാധനം കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത് സീറ്റ് ബെൽറ്റിൻ്റെ സൈനുകളാണ് എന്നാണ്. അതും ചെറിയ ടച്ച് സെൻസിറ്റീവായിട്ടാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ വളരെ വിശാലമായ ഒരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കൂൾഡായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 2 സീറ്റുകളും പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും വെൻറ്റിലേറ്റഡ് ആണ്. പക്ഷേ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഇതിൻ്റെ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യേണ്ട സ്ക്രീനിലാണെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ സൈഡിലത് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ കാണാവുന്നതാണ്. തന്നെയല്ല ഡ്രൈവർ സീറ്റാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഹൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം നമുക്കതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വരിക. ഇതെന്ന് പറയുന്ന ഒരു പാരാവാരമാണ് എന്നാണ് പറയേണ്ടത്. അതായത് ഇതിലില്ലാത്ത ആപ്പും കുന്തം കുടച്ചക്രമൊന്നും ഇല്ല എന്നാണ് പറയേണ്ടത്. 360 ഡിഗ്രി ക്യാമറ ഇവിടെ കാണുന്നു. അതിൻ്റെ പല വ്യൂകൾ, 3D എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്ന് തന്നെയല്ല നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്യാമറ റെക്കോർഡ് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു ഡാഷ് ക്യാമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ വരുന്ന വിഷ്വലുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇമേജ് സക്സസ്ഫുള്ളി സേവ് ചെയ്യുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഈ മേൽഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ക്യാമറയുടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആ ക്യാമറയും കാണാം. ഇത് നിങ്ങൾക്ക് സെൽഫിയൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന
ഒരു ക്യാമറയാണ്. അതും രസകരമാണ്. അപ്പോൾ ഉൾഭാഗത്തെ വിഷ്വലുകൾ നമുക്ക് അങ്ങനെ എടുത്ത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മേൽഭാഗത്തെ സ്വിച്ചുകളെന്ന് പറയുന്നത് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളതല്ല. അതാണിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഹാൻഡ്സ് ഫ്രീ പാർക്കിങ്ങിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹസാർഡ് സ്വിച്ച്, ഇത് ബൂട്ട് ഓപ്പണർ, ഇത് ഡോർ ഓപ്പണറിൻ്റെ ആ ഒരു ലൈറ്റ് സൈനൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഈ ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ ഈ മേൽഭാഗത്ത് സ്വിച്ച് കൊടുക്കുന്ന പതിവൊന്നും ഇന്ത്യൻ വാഹനങ്ങളില്ല. അതൊക്കെയാണ് നമ്മളപ്പോൾ അവിടെ കാണുന്നത്. വീണ്ടും നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എനർജി, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് വാഹനമായിട്ട് എനർജി ഡിസ്ട്രിബ്യൂഷൻ സാധനങ്ങൾ, അത്തരം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വെതർ, മീഡിയ, എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഇതിലേക്ക് പോയി ഓൾ ആപ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ അലക്സ കൊടുത്തിരിക്കുന്നു. പിന്നെ ആപ്പിൾ കാർപ്ലേ വന്നിട്ടുണ്ട്, ഡ്രൈവ് അസിസ്റ്റുകൾ, അതെല്ലാം അഡാസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൈമറ്റ്, ഓട്ടോ പാർക്ക്, എനർജി, ഫൺ ആൻഡ് വർക്ക്, എല്ലാ കാര്യം. ഗാലറി എന്ന് പറയുന്നത് നമ്മളിതിലെടുത്ത ഫോട്ടോകളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്ന സംഭവങ്ങൾ, നാവിഗേഷൻ, മൈ വെഹിക്കിൾ, പെർഫോമൻസ്, സെക്യൂർ 360, സെൽഫി. ഇതാണ് സെൽഫി. ഇതിൻ്റെ ഉൾഭാഗത്തെ ഈ ഒരു ക്യാമറ ഇപ്പം ഞാനിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ട, നമ്മുടെ ക്യാമറമാൻ്റെ കൈയാണ് കാണുന്നത്, ശ്യാമിൻ്റെ കൈ. അത് നമുക്കൊന്ന് സെൽഫി എടുക്കാം. ഇത് വീഡിയോ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇമേജ് എവിടെ നിന്ന് കാണിച്ചു, വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്വന്തം ഭാര്യയൊക്കെ കയറ്റിക്കൊണ്ടേ പോകാവുള്ളൂ, അല്ലെ ഭാര്യയൊക്കെ വീഡിയോ ഒക്കെ കാണും. ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്, എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കാം, സ്ത്രീകളും കേട്ടോ, സ്ത്രീകളും ശ്രദ്ധിച്ചോണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആര് പറഞ്ഞു തരും, ഞാനല്ലാതെ. അപ്പോൾ പിന്നെ അതിൽ വീണ്ടും നമ്മൾ വെഹിക്കിൾ ആപ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ പാർക്ക്, ക്ലൈമറ്റ്, ഡ്രൈവ് അസിസ്റ്റൊക്കെ അത് കാണുന്നത്, മീഡിയ എൻ്റർടൈൻമെൻറ്റ്, അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന സാധനമാണ്. ഗ്രൂം മീ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ് ഏറ്റവും രസകരം. അതിൻ്റെ വിഷയമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വാഹനം പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന പരിപാടിയാണ്. ഡാൻസ് കളിക്കുന്നത് ലൈറ്റുകൾ ഡാൻസ് കളിക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രസകരമായ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ടെസ്ല പോലുള്ള വാഹനങ്ങൾ കണ്ട കാര്യങ്ങൾ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഈ എന്താ പറയുക, രാമായണത്തിൽ മഹാഭാരതത്തിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഇതിലുള്ളത് എല്ലായിടത്തും ഉണ്ട്, ഇതിലില്ലാത്തൊരിടത്തുമില്ല എന്ന് പറഞ്ഞുള്ള സ്ഥിതിയാണ്. വേറെ ഒരു വാഹന നിർമ്മാതാവും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മഹീന്ദ്ര എന്നാണ് പറയേണ്ടത്. അൾട്ടിമേറ്റുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ മറ്റൊരു കിടിലൻ സാധനമാണ്. ഇത് നമുക്ക് ഗഗനചാരി സിനിമയിൽ ഉപയോഗിക്കാമായിരുന്നൊരു കാര്യമാണ്. ഈ ചതുരവടിയുള്ള സ്റ്റിയറിംഗ് വീല്. ഈ സ്റ്റിയറിംഗ് വീലെന്ന് പറയുന്നത് വട്ടത്തിൽ വേണമെന്ന് ആരാണ് തീരുമാനിച്ചത് എന്നൊരു ചോദ്യമായിരിക്കണം ഇതിൻ്റെയൊക്കെ ഡിസൈനറൊക്കെ ആയിരുന്ന പ്രതാപ് ബോസൊക്കെ ചോദിച്ചത്. ആ തരത്തിൽ രസകരമായ വീലാണ്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്നത് പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. പാഡ് ഷിഫ്റ്റേഴ്സൊക്കെ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പാഡ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് റീജനറേറ്റീവ് ആണ് പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ. അതായത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ പല തരത്തിലുള്ള ലെവലുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണിത്. ഈ കൊടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ബൂസ്റ്റ് മോഡാണ്. ഇത് നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏത് മോഡിലാണ് വാഹനം ഓടിക്കുന്നത്, ഇപ്പോൾ അവരുടെ അല്ലെങ്കിൽ സ്പോട്ട് ഏത് മോഡിലാണ് ഓടിക്കുന്നതെങ്കിൽ പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടും. ഇതിൽ പ്രസ് ചെയ്ത് അങ്ങോട്ട് കയറപ്പോൾ അധികം നേരം നിൽക്കില്ല. ആ ഒരു എന്താ പറയുക ആക്സിലറേഷൻ എന്ന് പറയുന്നത് അത് പെട്ടെന്നൊന്ന് കയറപ്പാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ, അതുപോലെ മറ്റേ മോഡുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രൂയിസ് കൺട്രോൾ, ലൈൻ അസിസ്റ്റ്, അത്തരം കാര്യങ്ങളിലൊക്കെ സ്വിച്ചുകളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തായാലും സ്റ്റിയറിംഗ് വീൽ അതിഗംഭീരമായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കാണുന്നത്. അതിൽ പലതരത്തിലുള്ള വാഹനത്തിൻ്റെ മറ്റ് ഇൻഫർമേഷനുകളും അതുപോലെ ഡ്രൈവ് മോഡുകൾ, ഇപ്പോൾ എവരുടെ എന്നുള്ള ഒരു മോഡിലാണ് ഇവിടെ കിടക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ്. റേഞ്ച്, പിന്നെ റീജനറേറ്റീവ് ലെവലിൻ്റെ കണ്ടീഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. പിന്നെ എന്തായിരുന്നു ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇപ്പം എനിക്ക് ശരിക്കും XJL-നെയാണ് ഓർക്കുന്നത്. ഈ സൈഡിലുള്ള ഈ ഹാലോ ലൂപ്പൊക്കെ കാണുമ്പോൾ അത് രസകരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല. അവിടെ ഇപ്പോൾ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് ഇവിടെ ഈ കാണുന്നത്. വളരെ ക്ലാരിറ്റിയുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്നാണ് പറയേണ്ടത്. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വലിയ 1-2 ബോട്ടിലേക്ക് വയ്ക്കാവുന്ന അത്രയും സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽ വളരെ വ്യത്യസ്തമാണ്. പുൾ ടു ഓപ്പൺ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. സാധാരണഗതിയിലുള്ള ഡോർ ഹാൻഡിലല്ല, അത് പിടിച്ച് വലിച്ചാണ് നമ്മൾ ഡോറ് തുറക്കുന്നത്. അതുപോലെ ഡോർ ലോക്കിൻ്റെ ലെഫ്റ്റ് കാണുന്ന സ്വിച്ച് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈലിംഗ് തന്നെ വളരെ വ്യത്യസ്തമാണ്. കൂടാതെ ഞാൻ പറഞ്ഞില്ലേ 16 സ്പീക്കറിൻ്റെ ഹാമൻ ഗാർഡൻ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ വലിയ സ്പീക്കർ അവിടെ കൊടുത്തിരിക്കുന്നു. അതിനൊരു ട്വീറ്റർ ആണെങ്കിലും വളരെ രസകരമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഹാമൻ ഗാർഡൻ എന്നുള്ള ട്വീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പീക്കർ. കാരണം 16 ഒപ്പിക്കണ്ടേ, ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നു. പനോരമിക്കായിട്ടുള്ള സൺറൂഫാണ്. പക്ഷേ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിനല്ലേ മൂൺ റൂഫ് എന്ന് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവമാണ്. ഇത് അങ്ങേ അറ്റം വരെയുണ്ട്. ഒട്ടും ചൂടൊന്നും അകത്തേക്ക് വരില്ല. തന്നെയല്ല ഇതിലും കണ്ടില്ലേ, ഇതിലും നമ്മുടെ കണ്ടല്ലോ തുള്ളി കളിക്കുന്ന ലൈറ്റൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പല കളറുകളൊക്കെ ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് രാത്രിയിലൊക്കെ മാനം നോക്കി യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ സീറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. സീറ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ഒരു ഹാർഡായിട്ടുള്ളൊരു കുഷനിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ഫാബ്രിക് ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6
BE എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. നല്ല ബോൾസസ് കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇതൊക്കെ നമ്മൾ മറ്റു വാഹനങ്ങളിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. തൈ സപ്പോർട്ട് അല്പം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അല്പം കൂടി ഒരു കുഷനിങ് ഇവിടെ വരാമായിരുന്നു. എന്തായാലും സ്പേസ് ഈസ് അമേസിങ് എന്ന് നിങ്ങൾ കണ്ടു കാണും. മറ്റൊരു കാര്യമുള്ളത് ഗ്ലോ ബോക്സിലും ഉണ്ടൊരു സംഭവം. ചിൽഡ് അല്ലെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇങ്ങേറ്റത്തതാ ഇവിടെ ഒരു പോർട്ട് കണ്ടോ, ആ ഒരു DVR എന്നിരിക്കുന്ന പോർട്ടിൽ നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇതിൽ എടുക്കുന്ന ഈ വീഡിയോസൊക്കെ നമുക്ക് സേവ് ചെയ്യാം, റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്തരം സാധനങ്ങളെല്ലാം നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള കോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ മോഡേണാണ്, വളരെ പുതുമയുള്ളതാണ്, നമ്മളങ്ങ് കണ്ടിട്ടില്ലാത്തതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് സീറ്റ് ഇരുന്നുകൊണ്ട് പറയാനുള്ളത് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള അതുകൂടെ പറയാൻ കേട്ടോ, നമ്മുടെ അവിടുത്തെ ആ സ്വിച്ച് കണ്ടോ, അതിൻ്റെ വിൻഡോയുടെ സ്വിച്ചുകളും മറ്റും നമ്മൾ കാണാത്ത രീതിയിലുള്ളതാണ്. ഒരു ടോഗിൾ ടൈപ്പ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ രസകരമായിട്ടുണ്ട്. കൂടാതെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതും ഫോൾഡ് ചെയ്യാവുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഫോൾഡ് ചെയ്യാവുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബിൽ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്നും പറയാനില്ല. അതായത് നമ്മൾ എങ്ങനെയൊക്കെ കുറ്റം നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും ഒരു കുറ്റവും പറയാത്ത രീതിയിലുള്ള ഗംഭീരമായ ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗിയുമെല്ലാം നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പിൻഭാതിരിക്കാം. 6E ഡോറുകൾ വളരെ വിശാലമായിട്ട് തുറക്കാം. ഫ്രണ്ടായാലും ബാക്കായാലും നമുക്ക് 90 ഡിഗ്രി തുറക്കാം. പക്ഷേ നിങ്ങൾ കയറുമ്പോൾ കണ്ടോ, ഒന്ന് നന്നായിട്ട് കുനിഞ്ഞില്ലെങ്കിൽ തല തട്ടും. കാരണം അത് 207 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനും ഉള്ളത് കൊണ്ട് ഉള്ള കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ സീറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇത് ഞാൻ ഏറ്റവും ഫ്രണ്ടിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇത് ഏറ്റവും പിന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഇത്രയും സ്പേസാണുള്ളത്. പിൻഭാഗത്തിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു എന്താ പറയുക ഫ്ലോർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാല് ഇങ്ങനെ വയ്ക്കുമ്പോൾ തൈ സപ്പോർട്ട് കുറവാണ്. തൈ സപ്പോർട്ട് അല്പം കൂടി ആകാമായിരുന്നു തോന്നുന്നു. പക്ഷേ കാലിങ്ങനെ നീട്ടി വെച്ച വലിയ കുഴപ്പമില്ല. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് AC വെൻ്റിൻ്റെ വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഇതിൽ പൊടി വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രശ്നമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഡിസൈനിൽ ഇന്ത്യൻ കാലാവസ്ഥയിൽ പൊടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ സാധിക്കുമെങ്കിലും ഇതിന് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ വെൻറ്റിൻ്റെ എയർ ഫ്ലോയുടെ ഡയറക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് അടിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ AC വെൻറ്റിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം ഇവിടെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ചാർജിങ് പോയിൻറ്റുകൾ പ്രതീക്ഷിക്കും. പക്ഷേ അവിടെ ഇല്ല. അല്പം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും ഓരോ ടൈപ്പ് ചാർജിങ് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്നു, മൊബൈൽ ഇവിടെ വെച്ച് ചാർജ് ചെയ്യുന്നു. കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനാണ് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് നമുക്കത് കേബിൾ കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ആ കൊടുത്തിരിക്കുന്നത് പറയാം. പിന്നെ സീറ്റൊക്കെ ഉണ്ടല്ലേ, ഇതുമൊക്കെ എന്നെ എന്നെ അല്ലല്ലോ ഞാൻ ഓർക്കുന്ന ഇതൊക്കെ കാണുമ്പോഴും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇതുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ആ ET സിനിമയിലെ നമ്മുടെ സ്പീൽബർഗിൻ്റെ സിനിമയിലെ യുവാവിൻ്റെ മുഖം പോലെ തോന്നും ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ. ഇവിടെ പേപ്പറും മറ്റും സൂക്ഷിക്കാവുന്ന സ്ഥലം കൊടുത്തിരിക്കുന്നു. പിന്നെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിൻഭാഗത്തേക്ക് അല്പം ഉയർന്നു വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തൈ സപ്പോർട്ട് അല്പം കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നടുവിലിരിക്കുന്ന കുറച്ചുകൂടിയൊക്കെ ഒരു തൈ സപ്പോർട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് ഭംഗിയായിട്ട് ഇവിടെ ആ തരത്തിലാണ് കുഷനിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല കിഡിലനായിട്ടുള്ള ലംബ സപ്പോർട്ടാണ് കിട്ടുന്നത്. നടുവ് നല്ല സുഖമായിട്ട് ചേർത്ത് അങ്ങനെ വെച്ച് ഇരിക്കാൻ സാധിക്കും. പിന്നെ അവിടെ ഹാമൻ ഗാർഡൻ്റെ മ്യൂസിക് സിസ്റ്റവും ട്യൂട്ടറും ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യുന്നതും ആ രീതിയിൽ സ്ട്രാപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും വലിയൊരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ ഉള്ളത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു വിൻഡോ ലൈനൊക്കെയാണ്. വലിയ വിൻഡോ അല്ല, പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കാണാം. എന്തായാലും ചെരിഞ്ഞറിയുന്ന റൂഫിന് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എൻ്റെ തലയൊന്നും തട്ടുന്നില്ല. ഇതിലും ഭയങ്കര ഹൈറ്റുള്ള 6 അടിക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവരിരുന്ന് ചിലപ്പോൾ തട്ടിയേക്കാം. പക്ഷേ പൊക്കമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് ദിലീപ് പറഞ്ഞ പോലെയേ ഉള്ളൂ. നമ്മളെ പൊക്കമാണ് ഏറ്റവും നല്ലൊരു പൊക്കം എന്ന് പറയുന്നത്. എവിടെയും പോയി ഇരിക്കുകയും കിടക്കുകയും മറ്റും ചെയ്യാം. പിന്നെ ഇവിടം വരെ ഏറ്റവും ബാക്കിലേക്ക് വരെ ഈ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. സുഖമായിട്ട് അതും ഇരിക്കാം. എന്തായാലും ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ഇൻറ്റീരിയർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ വരുന്നവർ പിന്നെ മറ്റൊന്നിലേക്കും പോകില്ല. കാരണം അത്രയധികം വ്യത്യസ്തമായ ഇൻറ്റീരിയറും വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായ ഫീച്ചേഴ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നുമല്ല, ഇതിനകത്തിപ്പം ഇതിൻ്റെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. എന്നല്ല ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, ബിൽഡ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് പിൻഭാഗത്തിരിക്കുന്ന ആൾക്കും അയാളുടെ ഫോൺ മിറർ ചെയ്യാം ആ ഒരു സ്ക്രീനിൽ. അങ്ങനെ
പാട്ടായാലും വീഡിയോസ് ആയാലും എല്ലാം നമുക്ക് വീഡിയോ ഇതിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. കൂടാതെ AC-യുടെ കൺട്രോളുകൾ പോലും നമുക്ക് പിൻഭാഗത്ത് നമ്മുടെ മൊബൈലിൽ ആക്സസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന കാര്യം വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ശ്യാം പറഞ്ഞു ഇത് നീണ്ട എപ്പിസോഡാകുമല്ലോ എന്ന്. പക്ഷേ നീണ്ട എപ്പിസോഡ് ആയല്ലേ പറ്റൂ, കാരണം ഇത്രയധികം സാങ്കേതിക വിദ്യയൊക്കെ വരുമ്പോൾ അല്ലേ ശ്യാമേ എന്തൊക്കെ പറഞ്ഞ് ഒപ്പിക്കണ്ടേ, എത്ര നേരം എടുക്കും. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ നീളം കൂടിപ്പോയി എന്നാരും പരാതിപ്പെടരുത്. കാണ്ടമായിട്ട് കിടക്കുകയാണ്, പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. എന്തായാലും ഇനി വേണ്ടത് ഓടിച്ചു നോക്കുക എന്നുള്ള കാര്യമാണ്. അതിലേക്ക് പ്രവേശിക്കും. മഹീന്ദ്ര BE6E മീഡിയ ഡ്രൈവിൽ ട്രാക്കിലൂടെയൊക്കെ ഓടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പാവപ്പെട്ട കൊച്ചിയുടെ ഏറ്റവും തിരക്ക് പിടിച്ച ട്രാക്കിലൂടെയൊക്കെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഹനത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് 100% ആൾക്കാരും തിരിഞ്ഞു നോക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പുതിയ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാണ്. ചുറ്റും നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് സ്പെഷ്യൽ ആ വാഹനത്തെ സംബന്ധിച്ചെന്ന് നമുക്ക് തോന്നും. പക്ഷേ ചില വാഹനങ്ങൾ അത് തീരെ ശ്രദ്ധിക്കില്ല. ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞു കൈലാക്കിൻ്റെ കാര്യത്തിൽ, കൈലാക്കിനൊക്കെ എപ്പോഴും സ്കോഡയുടെ ഒരു സ്ഥിരം രൂപമായതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ വാഹനമാണ് എന്ന് കണ്ട് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർ നോക്കാറില്ല. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ലോകത്തിനടുത്തും ഇല്ലാത്ത രൂപം, ഗഗനചാരിയുടെ രൂപമായതുകൊണ്ട് എല്ലാവരും നോക്കുന്നുണ്ട്, എല്ലാവരും അന്തം വിട്ട് നോക്കുന്നു, ചിലർ ചുറ്റും നടന്ന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ ഹോണ്ട സിവിക്കാണ്. ഹോണ്ട സിവിക്കിൻ്റെ മുൻഭാഗത്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കഴിഞ്ഞ ഒരു 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു മുൻഭാഗത്തേക്ക്. ഇത് അതുപോലെ തന്നെയാണ്, ഇഷ്ടം പോലെ സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഈ ബോണറ്റ് എന്ന് പറയുന്ന സംഭവം കാണുന്നതേയില്ല, അത്രയും ചെരിഞ്ഞ് അങ്ങനെ താഴേക്കാണ് ബോണറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു SUV-യുടെ കൃത്യമായ സീറ്റിംഗ് പൊസിഷനുണ്ട്. എങ്കിൽ പോലും ഈ സീറ്റ്, ഡ്രൈവർ സീറ്റ് അല്പം കൂടി വേണമെങ്കിൽ ഉയർത്താമായിരുന്നു എന്ന് തോന്നുന്നു. ഇലക്ട്രിക്കലി അല്പം കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാമായിരുന്നു. ഞാൻ എല്ലാ സീറ്റുകളും നല്ലപോലെ ഉയർത്തി വെച്ച് ഓടിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെ ഉയർത്തി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഇവിടം വളരെ കേർവ്ഡാണ്. അതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ ഒന്ന് കുനിഞ്ഞ് കയറേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. 90 ഡിഗ്രിയിൽ തുറക്കാം ഈ ഒരു ഡോറെങ്കിൽ പോലും അല്പം കുനിഞ്ഞ് വേണം പ്രവേശിക്കാൻ. ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ കയറുന്ന പോലെ. അപ്പോൾ ആ സീറ്റ് കൂടെ ഇനി ഉയർന്നു കഴിഞ്ഞാൽ അതിലും മാരകമായ തല തട്ടുന്നൊരവസ്ഥ വരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത, നമ്മൾ ഈ വട്ടത്തിൽ പിടിച്ച് കറക്കുന്ന സാധനമാണല്ലോ ഓടിച്ചിട്ടുള്ളൂ. ഇതിങ്ങനെ ചതുരത്തിയിരിക്കുന്ന ഒരു സാധനം എന്നൊക്കെ പറയുന്നത് വളരെ ധൈര്യപൂർവ്വമാണ് മഹീന്ദ്ര അത്ര ഒരു ഷേപ്പൊക്കെ കൊടുത്തത്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ടാകാവുന്നതാണ്. പക്ഷേ അത്തരം എന്താ പറയുക സംശയങ്ങൾ, ആശങ്കകൾ ഒന്നും വകവയ്ക്കാതെ ഇതൊക്കെ കണ്ട് പഠിക്കുക, ഇങ്ങനെ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഈ സ്റ്റിയറിംഗ് വീല്. അതും രസമാണ്, ഓടിക്കാനൊക്കെ രസകരമാണ്. തന്നെയല്ല നമുക്ക് തന്നെ ഒരു വളരെ സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. അത് ഈ സ്റ്റിയറിംഗ് വീലും അതെ ഈ സൈഡിലെ ഈ ഒരു ഹലോ ലൂപ്പ് എന്ന് വിളിക്കുന്ന ഈ സംഭവമുണ്ട്. ഈ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും നമ്മളൊരു കേജിൻ്റെ അകത്ത്, ഏതൊരു സ്പോർട്സ് കാറിൻ്റെ ഒക്കെ കേജിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് രസമുള്ള കാര്യമാണ്. സുഖമായിട്ട് ഒരു സ്പോർട്ടി ഫീൽ മനസ്സിൽ ഇങ്ങനെ സ്പോർട്ടിനെസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ പറയേണ്ട വിസിബിലിറ്റി സൈഡിലെ വിൻഡോസ് ഒന്നും അത്ര വിശാലമെന്ന് പറയാനാവില്ല. പിന്നെ ഇവിടെ ബ്ലാക്ക് റൂഫൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്കൊക്കെ അങ്ങനെ ഒരു ക്രാംഡ് ഫീൽ തോന്നുന്നവർക്ക് വേണമെങ്കിൽ തോന്നാം. കാരണം അത്രയ്ക്കും ഉള്ള വിൻഡോ ഇതൊക്കെ ഉള്ളെങ്കിൽ പോലും വിസിബിലിറ്റി അങ്ങനെ മോശമൊന്നുമില്ല. കാരണം ഫ്രണ്ടിലെയും അതുപോലെ ബാക്കിലെയും ചെരിഞ്ഞിറങ്ങുന്ന വിശാലമായ
ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ക്രാംഡ് ഫീലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ഇന്ത്യൻ വാഹനമാണെന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ രോമാഞ്ചം അണിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാഹനം കൊണ്ട് നിങ്ങൾ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ കൊണ്ട് നിർത്തിയാലും ഏത് സായിപ്പും ചുറ്റും നടന്ന് നോക്കിയിരിക്കും 100% ആണ്. കാരണം ഒന്നുമല്ല ഇതിൻ്റെ രൂപകൽപ്പനയുടെ കാര്യത്തിൽ. പിനിൻഫെർണ എന്ന് പറയുന്നത് ഇറ്റലിയിലെ വളരെ വിഖ്യാതമായ ഡിസൈൻ സ്റ്റുഡിയോ സ്വന്തമാക്കിയിട്ടുണ്ട് മഹീന്ദ്ര. അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഇതിൻ്റെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യാൻ സാധിക്കുന്നത് പിനിൻഫെർണയൊക്കെ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ടേക്ക് ഓവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ കമ്പനികൾ എത്രത്തോളം വലിയ നിലയിൽ എത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നൊരു വാഹനം കൂടിയാണ് ഈ BE6E ആയാലും BE9E ആയാലും. ഈ പേരേ ഉള്ളൂ BE6E എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും നല്ല പേര് ഇടാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓടിച്ചു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മളിതവിടെ ഈ ബൂസ്റ്റ് മോഡ് ഒന്ന് പ്രസ് ചെയ്താൽ കുറച്ച് നേരത്തേക്ക് ആ ബൂസ്റ്റ് നമുക്ക് കിട്ടും. എഞ്ചിനിലെ മോട്ടറല്ല, മോട്ടറിൻ്റെ ആ ഒരു ഇൻഷ്യൽ ടോക്ക് എല്ലാം കൂടെ അരച്ച് കയറിയ ഒരു വരവാണ്. അത് കുറച്ച് നേരത്തേക്കുള്ള, അതിന് ശേഷം സംഭവം ശാന്തനാകും. ഇതുകൂടാതെ 3 ഡ്രൈവ് മോഡുകളുണ്ട്. അതാണ് നമ്മൾ ഈ സ്വിച്ചിൽ മാറ്റേണ്ടത്. എവരിഡേ എന്ന് പറയുന്നതാണ് ഡിഫോൾട്ടായിട്ടുള്ള ഡ്രൈവ് മോഡ്. പിന്നെ റേഞ്ച് ഉണ്ട്, റേസ് ഉണ്ട്. അങ്ങനെ 3 മോഡുകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും പേര് സൂചിപ്പിക്കുന്ന പോലെ വാഹനത്തിൻ്റെ പെർഫോമൻസിൽ മാറ്റം വരുന്നു, റേഞ്ച് കൂടുന്നു, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണാനാവുന്നത്. പക്ഷേ നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള എവരിഡേ എന്ന് പറയുന്ന ഈ ഒരു മോഡിൽ പോലും നല്ല ഗംഭീരമായ ആക്സിലറേഷനാണ്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊരു പ്രത്യേകത അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റിക്കളിക്കേണ്ട കാര്യം പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം വരുമ്പോൾ എവരിഡേയിൽ പോവുകയും അത്യാവശ്യം വരുമ്പോൾ ഈ ഒരു ബൂസ്റ്റ് മോഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്ത സംഭവമൊക്കെയാണ്. പിന്നെയുള്ളത് റീജനറേറ്റീവ് മോഡുകളാണ്. അതിനായിട്ടാണ് നമുക്ക് ഇവിടുത്തെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിലെ മോഡുകൾ മാറ്റം നമുക്കിവിടെ വളരെ കൃത്യമായിട്ടും കാണാം. അതിൻ്റെ ആ ഒരു റീജനറേറ്റീവ് മോഡ് ലെവൽ 3, അതുപോലെ തന്നെ ലെവൽ 2, 3 ലെവലാണുള്ളത്. ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ് അതിൽ റെജനറേഷൻ്റെ ആ പെർസെൻറ്റേജൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒപ്റ്റിമം ആ ഒരു ലെവലൊക്കെ നോക്കി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ആ ഓടിക്കുന്ന രീതിയാണ് കൂടുതൽ റേഞ്ച് എപ്പോഴും സമ്മാനിക്കുന്നത്. ഇനി ബാറ്ററി പാക്ക്, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 2 തരത്തിലുള്ള ബാറ്ററി പാക്കുകളാണ്. ഒന്ന് 59 കിലോ വാട്ടിൻ്റേതും മറ്റൊന്ന് 79 കിലോ വാട്ടിൻ്റേതും. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 79 കിലോ വാട്ടിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. 228 BHP ആണ് ഈ ഒരു 59 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ള ആ ഒരു പാക്കിൽ ഉള്ള മാക്സിമം പവർ മോട്ടറിന് കൊടുത്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 282 BHP ആണ്. അപ്പോൾ 228ഉം 282 ആ ഒരു വ്യത്യാസം. പക്ഷേ ടോർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. 380 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഏതാണ്ട് 6.6 സെക്കൻഡ്സ് ആണ് ഈ ഒരു നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 282 BHP മോട്ടറുള്ള ഈ ഒരു മോഡലിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. എന്തായാലും ഇന്ത്യൻ വാഹനങ്ങളുടെ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് പറയാവുന്നത്. ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് ഒരു അവസാന ഭാഗത്തുമ്പോഴത്തേക്കും റേഞ്ച് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുമെന്നുള്ള കാര്യമാണ്. പക്ഷേ BYD പോലുള്ള വാഹനങ്ങളുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ഉള്ള വാഹനങ്ങളിൽ അങ്ങനെ ഡ്രോപ്പ് ആകുന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ സെല്ലുകൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചിരിക്കുന്ന BYDയിൽ നിന്നാണ്. അതുകൊണ്ട് മാക്സിമം ലാസ്റ്റ് പവർ വരെ ഊറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാറ്ററി ആണ് ഈ ബ്ലേഡ് ബാറ്ററി എന്ന് പറയുന്നത്. ഏറ്റവും എഫിഷ്യൻ്റാണ്, ഏറ്റവും ഹീറ്റ് റെസിസ്റ്റൻ്റ് ഒക്കെയാണ് ഈ ബ്ലേഡ് ബാറ്ററി. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. BYD നിർമ്മിച്ചു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് അവസാന നിമിഷം വരെയുള്ള ചാർജും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ARAI സർട്ടിഫൈ ആയിരിക്കുന്നത് ഈ വാഹനത്തിന് 682 കിലോമീറ്റർ റേഞ്ചാണ് എന്ന് പറയുമ്പോൾ ബ്ലേഡ് ബാറ്ററിയൊക്കെ അതുകൊണ്ട് മിനിമം 550 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുള്ളത് യാതൊരു സംശയമില്ല, എഴുതി വയ്ക്കാവുന്ന കാര്യമാണ്. അതായത് ടാറ്റയുടെ കർവ് EV ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ 180 കിലോമീറ്ററോളം അധികം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. 59 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡൽ മാക്സിമം റേഞ്ച് തരുന്ന 535ആണ്. 535 വെച്ചാൽ എങ്ങനെയായാലും ഒരു 420 വരെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും ഒട്ടും മോശമല്ല ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള റേഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും എന്താ പറയുക, മറ്റൊരു വാഹന നിർമ്മാതാക്കളുടെ ഒരു വാഹനത്തിന് തൊടാനാവാത്ത അത്രയും റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റേഞ്ചിൻ്റെ കഥ ഞാൻ പറഞ്ഞുകൊണ്ട് വരണ്ട എന്ന മട്ടിൽ അങ്ങനെ റേഞ്ച് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കേരളത്തിലുടനീളം ഓടിക്കാം, എന്നിട്ട് വേണമെങ്കിൽ തിരിച്ച് വരുന്ന വഴി പോലും ചാർജ് ചെയ്യാതെ കൊണ്ടുവരാം. അത്തരം പ്രയോജനങ്ങളൊക്കെ ഇതിനുണ്ട്. ചാർജിങ് ടൈം നോക്കിയാൽ ഞെട്ടിക്കുന്ന ചാർജിങ് ടൈമാണ്. ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിന് പോലും 10 to 80% ചാർജ് ആകാൻ വെറും 20 മിനിറ്റ് മതി. ആ കാര്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് മഹീന്ദ്ര. എന്നാൽ വീട്ടിലെ ചാർജറാണെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽ ചാർജ് ആകാൻ 11 മണിക്കൂറും താഴെയുള്ള 59 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ചാർജ് ആകാൻ 8 മണിക്കൂർ മതി. അത് മോശമല്ല. നമ്മൾ രാത്രിയിൽ വീട്ടിൽ കൊണ്ടുപോയി ഒരു 10 മണിക്ക് ചാർജ് ചെയ്യാൻ ഇടുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് നമുക്ക് ഫുൾ ചാർജോടുകൂടി ഓടിച്ചു പോകാം. എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിനെ ആശ്രയിക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല. പിന്നെ സിറ്റിയിലൊക്കെ മാത്രം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 550 കിലോമീറ്റർ എന്ന് വെച്ചാൽ 7 ദിവസം ഓടിക്കാവുന്ന അത്രയും റേഞ്ച് ഉണ്ടാകും എന്നാണ് പറയേണ്ടത്.
ബ്രേക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രേക്ക് ബൈ വയർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങും അതുപോലെ തന്നെ സാധാരണയുള്ള ബ്രേക്കിംഗ് ഉള്ളൂ. ഇത് തമ്മിൽ ഒന്ന് സ്വിച്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള സമയത്ത് ഒന്ന് സ്വിച്ച് ചെയ്യും. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് പോകുന്ന സമയത്ത് സാധാരണ ബ്രേക്കിംഗ് വേണ്ട എന്നാണ് വാഹനത്തിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ തിരിച്ച് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കും. അതൊക്കെ ഈ മൈലേജ് അല്ലെങ്കിൽ എഫിഷ്യൻസി എല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മില്ലി സെക്കൻഡ്സിനുള്ളിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ തീരുമാനിക്കുകയും വേണ്ട ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം സാങ്കേതിക വിദ്യ ഒന്നും നമുക്ക് ഈ ബ്രേക്കിങ്ങിൽ അനുഭവപ്പെടുന്നില്ല. കാരണം വളരെ നാച്ചുറലായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. അതുപോലെ വളരെ നാച്ചുറലായിട്ടുള്ള സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. തീരെ അങ്ങനെ ലൂസ് എന്ന് പറയാനാവില്ല സ്റ്റിയറിങ്. ഈ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള വാഹനത്തെ സംബന്ധിച്ച് കൈവിട്ട് പോകാത്ത രീതിയിലുള്ള ഒരു സ്റ്റിഫ്നെസ് സ്റ്റിയറിങ്ങിന് കൊടുത്തിട്ടുമുണ്ട്. ഇനി നോക്കേണ്ട റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് മികവിനെ പറ്റിയാണ്. അപ്പോൾ ബാറ്ററി നാം പറഞ്ഞല്ലോ ഫ്ലോറിൽ അങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറവാണെന്നുള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയാണ് വാഹനത്തിന് കിട്ടുന്നത്. വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്കയാണ്. അതുപോലെ തന്നെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെമി അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് വാഹനത്തിൻ്റെ റോഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ അനുസരിച്ച് ഡാമ്പേഴ്സ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ ബെൻസിൻ്റെയും മറ്റും വളരെ വില കൂടിയ വാഹനങ്ങളിൽ കാണുന്ന കാര്യമാണ്. അതൊക്കെ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ ഡ്രൈവ് മോഡുകൾ മാറ്റുമ്പോൾ പോലും ഡാമ്പേഴ്സിന് മാറ്റം വരുന്നുണ്ട്. ഉദാഹരണം റേഞ്ച് എന്ന് പറയുന്ന മോഡലിലേക്ക് നമ്മൾ വരുമ്പോൾ മാറ്റുമ്പോഴത്തേക്കും ഡാമ്പേഴ്സൊക്കെ സോഫ്റ്റ് ആകുന്നു, കൂടുതൽ അബ്സോർബൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. റേസ് മോഡിലാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫ് ആകുകയാണ് ഡാമ്പേഴ്സൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവ് കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, പിന്നെ ഒരു 5 മീറ്ററിൽ നമുക്ക് ഈ വാഹനം തിരിച്ചെടുക്കാം. പിന്നെ റിവേഴ്സിനൊക്കെ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് പാർക്കിംഗ് എയ്ഡ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം പറയട്ടെ. ഇതിൻ്റെ അത് വേറൊരു വലിയ സംഭവമുണ്ട്. അതിൻ്റെ പേര് ഐഡൻറ്റിറ്റി ഫേഷ്യൽ റെക്കഗ്നീഷൻ എന്നാണ്. അതായത് നമ്മൾ ഒന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കാൻ നിൽക്കട്ടെ, കണ്ണിലൊരു ക്ഷീണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കമ്പനിക്കല്ല വണ്ടിക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ അലേർട്ട് ചെയ്യുന്നുള്ളതാണ്. ആ സിസ്റ്റം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടല്ലോ. അതായത് ഓരോ ഡ്രൈവേഴ്സിനും ഓരോ തരത്തിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. സൗണ്ടിൻ്റെ കാര്യത്തിലും AC, മിറേഴ്സ്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഇതെല്ലാം ഡ്രൈവറിൻ്റെ കണ്ണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വാഹനം സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വരുന്നതാണ്. കൂടാതെ 5 ക്യാമറകളുള്ള 360 ഡിഗ്രി സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. വാഹനം ആരെങ്കിലും നമ്മൾ അറിയാതെ വന്ന് തുറക്കാനൊക്കെ ശ്രമിച്ചാൽ അത് അറിയാൻ പറ്റും. പിന്നെ ഓട്ടോ പാർക്ക് എന്നത് ഗംഭീരമായ സാധനമുണ്ട്. പിന്നെയുള്ള അഡാസ് ഫീച്ചേഴ്സ് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഒത്തിരി വിശദമായിട്ട് പറയണമെന്നില്ല. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആയാലും എമർജൻസി ബ്രേക്കിംഗ് ആയാലും ലെയിൻ കീപ്പ് അസിസ്റ്റ് ആയാലും അത്ര എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന അഡാസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലഭ്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. നീണ്ടു പോവുകയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും പല കാര്യങ്ങളും ഇതിൻ്റെ അത് ഉൾപ്പെടുത്താനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല കാര്യങ്ങളും മഹീന്ദ്രയുടെ ടെക്നിക്കൽ സൈഡിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1.5 വർഷം ഇതിനെപ്പറ്റി പഠിക്കേണ്ടി വരും. ഓരോരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോലും സമയമെടുക്കുന്ന രീതിയിൽ ഫീച്ചർ നിബിഡമാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ റോൾസ് റോയ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് പഠിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഈ EVയുടെ കാര്യം. അത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട്. എന്തായാലും അല്പനേരം സൂര്യ വെളിച്ചമൊക്കെ കൊണ്ട് ഒന്ന് ഓടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇത് ഓടിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇത്രയും വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് കിട്ടാനുള്ള ഇത്രയും വ്യത്യസ്തമായ രൂപവും വേറെ ഒരു വാഹനത്തിനുമില്ല. അപ്പോൾ ഇനി ഒന്ന് ബൂസ്റ്റ് മോഡലിട്ട് കാലുകൊടുക്കട്ടെ. പണ്ട് നമ്മളെ തച്ചോളി ഉദയനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഏതോ യുവതി ചോദിച്ചു ഇതുപോലുള്ള പൂമാന്മാർ ഭൂമിയിലുണ്ടോയെന്ന്. അതായത് അത്രയധികം ആകാര സൗഷ്ഠവും വ്യത്യസ്തമായ രൂപഭംഗിയും മസിൽ 6 പാക്കൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. അത്തരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ്. അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലുള്ള കാറുകൾ ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന രൂപമാണ് ഈ വാഹനത്തിൻ്റേത്. ഇനി വിലയിലേക്ക് വരികയാണെങ്കിൽ 2 ബാറ്ററി ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. ഒന്ന് 59 കിലോ വാട്ടും മറ്റൊന്ന് 79 കിലോ വാട്ടും. 59 കിലോ വാട്ടുള്ള ബാറ്ററി പാക്കുള്ള ആ ഒരു മോഡലിൻ്റെ വില 18,90,000 രൂപയും ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റേത് 27 ലക്ഷം രൂപയുമാണ്. അതായത് ടോപ്പ് എൻഡ് മോഡൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏതാണ്ട് 30 ലക്ഷം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഈ ഒരു ഗംഭീരമായ വാഹനം കിട്ടും. ഈ ഒരു ഗംഭീരമായ വാഹനം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥ തലങ്ങളുണ്ട്. കാരണം ഇതിലും ഗംഭീരമായ
ഒരു ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു രൂപമുള്ള വാഹനവും വേറെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 30 ലക്ഷം രൂപ കൊടുത്തേ പറ്റും. പക്ഷേ അത് വെർത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓടി തുടങ്ങുമ്പോൾ കുറച്ച് കാലത്തേക്ക് കുറച്ച് സോഫ്റ്റ്വെയർ ബഗ്സ് ഒക്കെ പ്രതീക്ഷിക്കും. കാരണം അത്രയധികം സോഫ്റ്റ്വെയർ ഈ വാഹനത്തിലുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ഗംഭീരമായൊരു അനുഭവമായിരുന്നു ഈ വാഹനം ഓടിക്കുക എന്നുള്ളത്. ഓടിക്കുക മാത്രമല്ല, ഇതിനോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് ഫെയർ ഫ്യൂച്ചറിൻ്റെ സൗത്ത് ആഫ്രിക്ക ട്രിപ്പിന് പോകാനുള്ള അവസരമാണത്. വെറുതെ പോവുകയല്ല, നിങ്ങൾ വാഹനം ഓടിച്ച് സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും കാണാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വിളിക്കാനുള്ള നമ്പരും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചു നോക്കുക, എന്നിട്ട് ഗംഭീരമായ യാത്ര ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ തായ്ലൻഡിലുടനീളം ഫെയർ ഫ്യൂച്ചറിൻ്റെ ഡ്രൈവിംഗ് ഹോളിഡേ ആസ്വദിച്ചവരാണ്. 10 ദിവസം ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്വയം വാഹനം ഓടിച്ച് മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത്, അതും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു തരുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുക ചെയ്താൽ മാത്രം മതി. ആ ഒരു അവസ്ഥയിൽ വാഹനം ഓടിക്കുന്ന രസമുള്ള കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ താമസിക്കും, അല്ലെങ്കിൽ ഏത് സമയത്ത് എവിടെ എത്തും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ടൈലർ മെയ്ഡായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഫാമിലിയോടൊപ്പം ആണെങ്കിലും ആ രാജ്യം, സൗത്ത് ആഫ്രിക്ക എന്ന മനോഹരമായ രാജ്യം കാണാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ചേട്ടച്ചാരെന്ന് വിളിക്കാവുന്ന BE69 ആണ്. അതുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി. ബൈ.